വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം ലുക്ക് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വിതൗട്ട് ഫർദർ ഡിലേ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി മോയ്സ്ചറൈസറാണ് ആദ്യം ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അലോവേര ജെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ഗ്ലോയിങ്ങും അതുപോലെ തന്നെ നല്ല നമ്മുടെ മേക്കപ്പൊക്കെ നല്ലപോലെ സെറ്റായിട്ടിരിക്കാനും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഈ അലോവേര ജെല്ല്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പ്രൈമറാണ്, ഈ ബ്ലൂറിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു പ്രൈമറാണ് കേട്ടോ. നമ്മുടെ പോസൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്യാനും നമ്മുടെ മേക്കപ്പ് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു പ്രൈമറാണ്. അപ്പോൾ അത് പോസൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. മെബിലിൻ്റെ കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഉള്ള സ്ഥലത്തും അതുപോലെ നമുക്ക് എവിടേക്കാണ് നമ്മുടെ മാർക്സ് ഹൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുക. അപ്പോൾ എനിക്കിതാ ഇവിടേക്കാണ് മെയിനായിട്ട് വേണ്ടത്, കണ്ണിൻ്റെ താഴെയും മേലെയും അതുപോലെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട്. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ കൺസീലർ യൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അതും മെബിലിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഡോട്ടായിട്ട് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഫൗണ്ടേഷൻ ഫേസിലിടുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ചെവിയിലും അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് ഐബ്രോസ് ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് കിസ് ബ്യൂട്ടിയുടെ ജെൽ ഐലൈനറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷേപ്പ് ചെയ്തതിന് ശേഷമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല ഭംഗിയിൽ നമുക്ക് ഐബ്രോസ് കിട്ടും. അപ്പോൾ ഞാൻ ഐബ്രോസ് കൂടുതലായിട്ട് ഡാർക്കണാക്കണമെന്നില്ല, എനിക്കൊരു ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ഐബ്രോസും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മേബിലിൻ്റെ തന്നെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ജസ്റ്റ് നമ്മൾ മുകളിലും താഴെയും ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക നമ്മുടെ ആ ഐബ്രോസിൻ്റെ അതേ ഷേപ്പിൽ. എന്നിട്ട് നമുക്കതൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ നിൽക്കും. നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് കാണാം ആ ഒരു ഡിഫറൻസ്. കണ്ടില്ലേ, കൺസീലർ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഇനി നെക്സ്റ്റ് ഞാൻ ഐ ഷാഡോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മേബിലിൻ്റെ തന്നെ ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് കണ്ണിൻ്റെ ഫുൾ മോൾ ഭാഗത്ത് മൊത്തം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ല ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പാലറ്റിൽ നിന്ന് ഈ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. നമ്മുടെ ഐൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഞാൻ ആ ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഐസ് നമ്മുടെ കണ്ണ് നന്നായിട്ട് എടുത്ത് കാണിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഷെയ്ഡിനെ നമ്മുടെ കണ്ണിൻ്റെ താഴെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മുടെ കണ്ണ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ കാണിക്കും. ആ ഒരു രണ്ട് ഷെയ്ഡും വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ കണ്ണിൻ്റെ താഴെ വരുമ്പോൾ. പിന്നെ ആ ഒരു പാലറ്റിൽ തന്നെ ജസ്റ്റ് ഒരു ഷിമ്മറി ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു തിളക്കത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി. അപ്പോൾ നമ്മുടെ ഐ ഷാഡോയുടെ പണി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാനിവിടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ ഹെവൻ്റെ കാജലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഉള്ളിലായിട്ടാണ് ആദ്യം എഴുതി കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നന്നായിട്ട് വലുതായിട്ട് തോന്നും. നെക്സ്റ്റ് ഞാനിവിടെ ഡാസലിൻ്റെ ലിക്വിഡ് ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മുകളിൽ എഴുതാൻ പോവാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിങ്ഡ് ലൈനറാണ്. കോർണറിലേക്ക് വരുമ്പോൾ മേൽഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ ഒരു വിങ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലേക്ക് അങ്ങനെ കട്ടി കൂട്ടിക്കൊണ്ടിരുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴാണ് കട്ടി കൂട്ടുന്നുള്ളൂ. കണ്ണിൻ്റെ ആ ഒരു കോർണറിലേക്ക് ഞാൻ അധികം കട്ടി കൊടുക്കുന്നില്ല. കണ്ടില്ലേ, ഇതേപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.
അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 2 കണ്ണിലും എഴുതാം. കണ്ടില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് കണ്ണിൻ്റെ താഴെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ കാജൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക. അതിനുശേഷം കണ്ണിൻ്റെ ആ ഒരറ്റത്ത് നിന്ന് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. കുറച്ചൊരു കട്ടിയിൽ തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കണ്ണ് നന്നായിട്ട് നല്ല ഭംഗിയിൽ വിടർന്നിരിക്കും, നന്നായിട്ട് ബ്രൈറ്റായി തോന്നും ചെയ്യും. ആ ഒരു കോർണറിൽ നിന്ന് നടുഭാഗത്തേക്കാണ് ഞാൻ കുറച്ച് കട്ടിയാക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ അധികം കട്ടിയാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ കണ്ണിന് ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ ആ ഒരു ഭാഗം ഞാനൊന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇത് ഏകദേശം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ നമ്മുടെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മെബിലിൻ്റെ തന്നെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐ ലാഷസൊക്കെ നല്ല തിക്കനായ പോലെ നല്ല അടിപൊളിയായിട്ടും ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ചന്തത്തിൽ നല്ല വിടർന്ന കണ്ണുകളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. മെബിലിൻ്റെ തന്നെ കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് എടുക്കാൻ പാടുള്ളൂ. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി കളറിൽ ഒരുമാതിരി ഷെയ്ഡിക്ക് വരും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ കോണ്ടോറിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോണ്ടോറിങ് സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാനിവിടെ ഇടാൻ പോകുന്നത് ബ്ലഷാണ് കേട്ടോ. മേബിലിൻ്റെ തന്നെ ബ്ലഷാണിത്. ഒരു റോസ് കളറിൽ വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹൈലൈറ്റ് പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇടുന്നത്. എനിക്ക് കുറച്ചും കൂടി നന്നായി തോന്നിയിട്ടുള്ളത് കൈ വെച്ചിടുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലിപ്സ്റ്റിക്കാണ് ഇടാനുള്ളത്. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു കളർ ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കളർ കുറച്ചും കൂടിയും കഴിഞ്ഞ് ഒന്ന് ലൈറ്റൻ ആവും. കറക്റ്റ് നല്ലൊരു ഷെയ്ഡിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബ്യൂട്ടി ബ്ലെൻഡറിലേക്ക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം അവിടെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് മുടി കെട്ടുക, കമ്മലിടുക, അങ്ങനത്തെ കുറച്ച് പണികളേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും മുടി കെട്ടിയിട്ട് വരാം. അപ്പോൾ ഞാൻ മുടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു റിങ് വെച്ചിട്ടാണ് മുടി കെട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരു പോർഷൻ ഇങ്ങനെ 2 പോർഷൻ ആക്കിയിട്ട് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ എന്നും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മുല്ലപ്പൂവ്, അതില്ലെങ്കിൽ എന്തുവാണല്ലേ. അപ്പോൾ മുല്ലപ്പൂവൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ആ റിങ്ങിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ 2 മുഴം മുല്ലപ്പൂവാണ് എടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക ഫീലിംഗ് ആണല്ലേ ഈ മുല്ലപ്പൂവ് ഉണ്ടെങ്കിൽ. ഒരു മണം, എന്തൊരു മണമാണല്ലേ. നമ്മുടെ തലമുടിക്കും ആ ഒരു മണം എപ്പോഴും ഉണ്ടാവും. ഒരു 2 ദിവസത്തിനൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ കമ്മൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറിൽ വരുന്ന ഒരു കമ്മലാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സിന്ദൂരം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും തന്നെയാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.